ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് തക്കാളി വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയല്ലോ. അതിന് വേണ്ടിയിട്ടൊരു 6 തക്കാളി ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുരിങ്ങക്കായ, ഒരു പിടി തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ പച്ചമുളകും കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി എങ്ങനെ കറി വെക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് മുരിങ്ങയ്ക്കായ അരിഞ്ഞത് വെള്ളം ഒഴിച്ച് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചൊന്ന് ചൂടാക്കാൻ വെക്കാം. മുരിങ്ങയ്ക്ക ഒന്ന് പകുതി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് അല്പം ഉപ്പും ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കിയിട്ട് വന്നാലോ. അരപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ട് നല്ലോണം മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം അതേ നമ്മുടെ തക്കാളിയും മുരിങ്ങയൊക്കെ വെന്ത് തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് ഇളക്കി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. കറിയൊക്കെ തേങ്ങ അരപ്പൊക്കെ ഒന്ന് ചൂടായി ആ കറി ഒന്ന് ഇരുന്ന് കുറുകിയതിനു ശേഷം നമുക്ക് ഇറക്കി വെക്കാം. ഇപ്പം അതേ കറിയൊക്കെ കുറുകി കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് താളിക്കണം കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പ് താളിക്കാനായിട്ട് ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും വറ്റൻമുളകും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കരിവേപ്പില ഇട്ട് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കറിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.